എൻ്റെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് പോയത്? ബിഗ് ബോസ് കണ്ടന്റുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ ചാനൽ മോണിറ്റൈസേഷൻ, അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടു. കഷ്ടമായി പോയല്ലോ എന്നൊക്കെ തോന്നി. നിങ്ങൾക്കുണ്ടാകുന്ന സംശയം, നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. എല്ലാവരുടെ ആഗ്രഹം ഇതിൽ നിന്നൊരു ഇൻകം കിട്ടുക എന്നുള്ളതൊക്കെയാണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. നമ്മളിന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തമ്പനയിൽ കാണിച്ച പോലെ തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോ ഒന്നും അല്ല. പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ തുടങ്ങിയവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് പോയതെന്ന് പറയുന്നൊരു വീഡിയോ ആണ്. സോ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. ഇതിനു മുമ്പുണ്ടായിരുന്ന എൻ്റെ ചാനൽ സ്ട്രൈക്ക് കിട്ടിയാണ് പോയത്. അത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന വീഡിയോ ആണ്. ഫേസ് ഒന്നും റിവീൽ ചെയ്യാതെ ബിഗ് ബോസ് കണ്ടന്റുകൾ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോറി സ്ട്രീം സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ചാനലായിരുന്നു എൻ്റെ. അതിൽ ചെയ്തിരുന്ന കുറേ വീഡിയോസൊക്കെ ആളുകളിലേക്കൊക്കെ എത്തുകയും മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷൻ്റെ കാര്യത്തിലൊന്നും അധികം ഫോക്കസ്ഡ് ആവാതെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആവുകയും ഗൂഗിളിൻ്റെ ആഡ്സെൻസിൻ്റെ ID വെരിഫിക്കേഷൻ വരെ നടന്നിരുന്നു. യൂട്യൂബ് സ്റ്റുഡിയോയിൽ എസ്റ്റിമേറ്റഡ് റവന്യൂ ഒക്കെ കാണിച്ചിരുന്നെങ്കിൽ അത് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതിനു മുമ്പ് തന്നെ ചാനലിൽ പോയി. മുൻപ് സൂചിപ്പിച്ച പോലെ എൻ്റെ ചാനൽ സ്ട്രൈക്ക് കിട്ടിയാണ് പോയത്. വീഡിയോസ് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ മോണിറ്റൈസേഷൻ്റെ കാര്യവും ഗൂഗിൾ ആഡ്സെൻസിൻ്റെ കാര്യമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ ഫോക്കസ്ഡ് ആയിരുന്നത് വീഡിയോസ് ചെയ്യുന്നതിലായിരുന്നു. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ട്രൈക്ക് കിട്ടിയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ വീഡിയോസ് ഇടുന്നതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് വരുന്ന മെയിലുകൾ ഞാൻ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ആ സ്ട്രൈക്കുകൾക്ക് അപ്പീൽ കൊടുക്കാമായിരുന്നു. ഇതൊന്നും എനിക്ക് സാധിച്ചില്ല. പ്രത്യേകിച്ചും ബിഗ് ബോസ് റിലേറ്റഡ് കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലായതുകൊണ്ട് പല രീതിയിലും സ്ട്രൈക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. സ്ട്രൈക്കുകളൊക്കെ കിട്ടി. മെയിൽ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഒരു ദിവസം ഞാൻ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ അതിനകത്ത് മുകളിലായിട്ട് കാണിച്ചിരുന്നത്. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോഴേക്കും എൻ്റെ സമയങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കൂടുതൽ സ്ട്രൈക്കുകളും ഉണ്ടായിരുന്നു. തുടക്കക്കാരനെന്ന നിലയിൽ സ്ട്രൈക്കുകളെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നെങ്കിലും 3 സ്ട്രൈക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പോകുമെന്ന് അറിയായിരുന്നു. സ്ട്രൈക്കുകളെ പറ്റി അറിയണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മെയിൽ ചെക്ക് ചെയ്യണമായിരുന്നു. എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടു. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റാണ് അതിനകത്തിട്ടത്. പക്ഷേ ഒരിക്കലും നമ്മുടെ ആ സബ്സ്ക്രൈബറൊന്നും നമ്മുടെ ഈ ചാനലിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ല. ആകെ അത് കണ്ടിട്ട് ചെയ്തു എന്ന് തോന്നുന്നത് 2-3 പേര് മാത്രമാണ്. അപ്പോൾ അത്രയും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. പിന്നീടാണ് ഞാൻ ഇതിനകത്ത് വരുന്ന എസ്റ്റിമേറ്റഡ് റവന്യൂ മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതും നമുക്ക് കഷ്ടമായി പോയല്ലോ എന്നൊക്കെ തോന്നിയതൊക്കെ. പക്ഷെ നിങ്ങൾക്ക് ആർക്കും, ഇപ്പോൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങാനിരിക്കുന്നവർക്ക് ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെയിലുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ചെയ്യേണ്ടതായതോ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് മെയിൽ വരും. നമ്മൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, പുതുതായിട്ട് ചാനൽ തുടങ്ങുന്നവരും ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയവരും എല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ മെയിലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു ചാനൽ തുടങ്ങിയതും അത് നഷ്ടപ്പെട്ടതും ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയതും എല്ലാം വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും മാറ്റിവെക്കാൻ കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ, ദിവസവും വേണമെന്നില്ല, ആഴ്ചയിൽ തന്നെ 2-3 വീഡിയോ ചെയ്യാൻ പാകത്തിനുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാവുന്നേ. ആരും മാറി നിൽക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. ഇത്രയും വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരുടെ മനസ്സിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടാവും. ഞാൻ ഇതിനു മുമ്പുള്ള ചാനലിൽ ചെയ്തിരുന്ന ബിഗ് ബോസ് റിലേറ്റഡ് കണ്ടൻറ്റാണ്. ഞാൻ അതിനകത്തേക്ക് എത്താൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് സൂര്യ TV ഉണ്ടായിരുന്ന മലയാളി ഹൗസ് എന്ന പ്രോഗ്രാം ഉൾപ്പെടെ ഇപ്പോൾ ഈ മലയാളത്തിലുണ്ടായ ബിഗ് ബോസിൻ്റെ സീസൺസ് എല്ലാം കണ്ടു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ആ ചാനൽ തുടങ്ങിയത്. ആദ്യമേ തുടങ്ങാനൊക്കെ ഒരു മടിയുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് ചെയ്തു വന്നപ്പോഴത്തേക്കും നമുക്ക് പറ്റും എന്നുള്ളതായി. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ കാര്യം. നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്ത് കണ്ടൻറ്റാണേലും എടുത്ത് ചെയ്യാൻ ആദ്യം ഒരു മടിയുണ്ടാവും. പക്ഷേ ആ മടിയൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ വീഡിയോസ് ഇട്. നിങ്ങൾ മാറി നിൽക്കാതെ നിങ്ങളുടേതായ വീഡിയോസ് ഉണ്ടാക്കി നിങ്ങളുടെ ചാനലിൽ ഇടാൻ ശ്രമിക്കുക. ഇപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ ഐഡിയ മനസ്സിലുള്ളവരുടെ മിക്കവരുടെയും മനസ്സിൽ ഓരോ സബ്ജക്റ്റുകളുണ്ടാവും. ആ ഒരു സബ്ജക്റ്റ് വെച്ച് തന്നെ നിങ്ങൾ ആദ്യമേ വീഡിയോസ് ഉണ്ടാക്കി ഇട്ട് തുടങ്ങുക. ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് തുടങ്ങുന്ന നിങ്ങളായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ 1-2 വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഒരുപാട് പേരിലേക്ക് എത്തി നിങ്ങളായിരിക്കും കൂടുതലും മുന്നിലേക്ക് പോവുക. ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറി നിൽക്കാതെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈലില്ലേ? നിങ്ങൾ മടിച്ച് നിൽക്കാതെ ഇന്ന് തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയം ഇടുന്ന കണ്ടൻറ്റുകളെ പറ്റി. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലത്തെ സബ്ജക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവരുടെ ക്വാളിറ്റിയുടെ അത്ര നമുക്ക് പറ്റുമോ എന്നുള്ള നിരവധി സംശയങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഒരുപക്ഷെ അത്രയും ക്വാളിറ്റി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ നിങ്ങളുടെ ശൈലിയോ നിങ്ങളുടെ പ്രസൻറ്റേഷനോ ഒക്കെ ആയിരിക്കും ആളുകൾക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കിയാലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ
എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ശ്രമിക്കുക. എല്ലാവർക്കുമുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിൽ വെക്കുക, നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം ഇതിൽ നിന്നൊരു ഇൻകം കിട്ടുക എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒരു മാറാനുള്ള മനസ്ഥിതി കാണിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഇട്ട് വരുന്ന സബ്ജക്റ്റുകളൊന്നും ചിലപ്പോൾ ക്ലിക്കായെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പല സബ്ജക്റ്റുകളൊന്നും ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ നന്നായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കില്ല നിങ്ങൾ നന്നായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ക്ലിക്കാവാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റത്തിന് വിധേയമാകാനുള്ളൊരു മനസ്സും കൂടെ കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ. മറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, എന്തെങ്കിലും ഒരു ആർട്ടിലോ മറ്റു കാര്യങ്ങളിലൊക്കെ പാഷനായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ വരുന്ന വീഡിയോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫോക്കസ് ചെയ്യുക. അല്ലാതെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന രീതിയിലോ സബ്ജക്റ്റിലോ ഒക്കെ മാറ്റം വരുത്തുമ്പോൾ ആ വഴിയിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മുടെ വീഡിയോസ് ക്ലിക്കാവും. പിന്നെ നമുക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കാം. സോ യൂട്യൂബ് ചാനൽ എന്നുള്ള ആഗ്രഹം മനസ്സിലുള്ള എല്ലാവരോടും പറയുകയാണ്, ഇനിയും നിങ്ങൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ തുടങ്ങുക. ഒപ്പം നമ്മുടെ ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോ ആയി പിന്നീട് കാണാം. താങ്ക്